ഞാൻ ഇതിപ്പോ എന്ത് സൗജന്യത്തെ കുറിച്ച് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാലും ഇത് കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇത് എവിടുന്നാണ് കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ആകെ 3500 KSRTC ബസ്സുകള്, ബാക്കി 10000 ബസ്സുകൾ ഞങ്ങളാണ്. ഇവരിത് നിങ്ങൾ കൊടുക്കോ? ഞങ്ങൾ എവിടുന്ന് കൊടുക്കുന്നു? ഞങ്ങൾക്ക് വരുമാനമൊന്നും ഇവിടെ സർക്കാർ ഇവർ നേരത്തെ പറഞ്ഞ 12,600 കോടി രൂപയാണ് KSRTC നടത്താൻ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കൊടുത്തത്. ഒരു ബസ് ഓടാൻ ഒരു ദിവസം 11,000 12,000 രൂപ കൊടുത്തിട്ടാണ് ഈ ബസ് ഓടിക്കുന്നത്. ഈ ബസ്സിനൊക്കെ വരുമാനം 25,000 30,000 വരുമാനമുള്ള ബസ്സുകളാണ് KSRTC. ഈ ബസ്സുകളെ ഓടിക്കാൻ കഴിയാത്ത, ഇത്രയും ചെലവുള്ള ബസ്സുകൾ ഓടിക്കാൻ സാധിക്കാത്തവരെ എങ്ങനെ ഈ സ്ത്രീകളെ കൊണ്ടുപോകുന്നു? നമുക്കൊരു താങ്കളുടെ ഒരു അഭിപ്രായത്തില് വലിയ ആലോചന ഇല്ലാതെ പ്രഖ്യാപിച്ചാണോ ഇത്? തീർച്ചയായിട്ടും ഇത് ഒരിക്കലും നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നടപ്പാക്കിയാൽ KSRTC എന്ന് പറഞ്ഞാൽ ഒരു സേവന മേഖലയിൽ പ്രവർത്തിക്കേണ്ട, ലാഭനഷ്ടം നോക്കി പ്രവർത്തിക്കേണ്ട സ്ഥാപനമല്ല. ഞാൻ പറഞ്ഞത് പൊതുമേഖല സ്വകാര്യ മേഖല നമ്മളെ വ്യത്യാസമാണ്, തിയററ്റിക്കൽ വ്യത്യാസം. പൊതുമേഖല ക്ഷേമമാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ക്ഷേമത്തെ നമ്മളിങ്ങനെ മോണിറ്ററി ടേംസിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. ക്ഷേമം എന്ന് പറയുന്നത് വെൽഫെയർ ആണ്, കൺസെപ്റ്റ് വേറെയാണ്. അപ്പൊ അതിനെ നമ്മളിങ്ങനെ സ്വകാര്യവൽക്കരിച്ച് അല്ലെങ്കിൽ വായിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. എന്തായാലും വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.